അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമ്പം ഗുഹയ്ക്കകത്ത് കയറി. എന്തിനാ ഇപ്പം ഗുഹയ്ക്കകത്ത് കയറി ഇരിക്കുന്നത്? വീട്ടിൽ ഇരുന്നതല്ലേ? വീട്ടിലിരുന്നതല്ലേ? ഭൗതികം ലക്ഷ്യമാക്കി, ലൗകികം ലക്ഷ്യമാക്കി, സാമ്പത്തിക ഭദ്രത ലക്ഷ്യമാക്കി, ശരീരസുഖം ലക്ഷ്യമാക്കി, ജഡീക സുഖം ലക്ഷ്യമാക്കി എല്ലോ നീയും നിന്റെ പിള്ളേരും കൂടെ. നമ്മുടെ കാര്യമല്ല, ലോകത്തിന്റെ കാര്യമാ. നമ്മൾ പേടിക്കൊന്നും വേണ്ട. അല്ലയോ ലോകത്തെ, നീ വിളി കേട്ടെ അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി. പക്ഷെ നിനക്ക് ദൈവിക ദർശനമല്ല വിഷയം. നിന്റെ ദർശനത്തിന് മങ്ങല് വന്നു, കാഴ്ചപ്പാട് തെറ്റി. സ്തോത്രം. കാരണം അബ്രഹാം കൂടാരത്തിലാ പാർക്കുന്നത്, കൂടാരവാതുക്കൽ. ലോത്തിരിക്കുന്നതോ പട്ടണവാതുക്കൽ. 18:1 19:1 പെട്ടെന്ന്. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതുക്കൽ. അപ്പൊ ചുരുക്കി പറഞ്ഞ അബ്രഹാം എവിടാ? കൂടാരവാതുക്കൽ. ലോത്തിരിക്കുന്നതോ 19:1. ആ 2 ദൂതന്മാർ എത്തി പട്ടണവാതുക്കൽ. അപ്പൊ ലോത്ത് എവിടാ? പട്ടണവാതുക്കൽ. അബ്രഹാം ഇരിക്കുന്നത് രണ്ടുപേരും വാതുക്കല, പക്ഷെ വാതിലിന് വ്യത്യാസമുണ്ട്. അബ്രഹാം കൂടാരവാതുക്കലായിരിക്കുന്നത് എന്ന് പറഞ്ഞ അതിനകത്തെ പാഠം ഇത്രയുള്ളൂ. അബ്രഹാം കൂടാരത്തിൽ വസിക്കുന്നു. ലോത്ത് ടൗണേറിയായി ചെന്ന് നല്ല വീടില്ല. ലോത്ത് വീട്ടില്ല, അബ്രഹാം കൂടാരത്തില്ല. ലോത്തിന് നല്ല വലിയ വീടായിരുന്നു എന്നൊക്കെയാ പറയുന്നത്. നല്ല വീട്. അതുകൊണ്ടാണല്ലോ സാക്ഷായും കതകും എന്നൊക്കെ ഉള്ള പ്രയോഗം വന്ന്. അല്ലേ? കതകും. സ്തോത്രം. അപ്പൊ ടൗൺ ഏരിയയിൽ അച്ചായൻ ഇപ്പൊ എവിടാ വന്നിരിക്കുന്നത്? ഗുഹേറിയായിൽ. ഇതിനകത്തെ ആത്മീക പാഠം, നമ്മുടെ ദർശനത്തിന് മങ്ങല് വരരുത്, കാഴ്ചപ്പാടിന് ഭംഗമൊന്നും വരരുത്. ഒന്നേയുള്ളനിക്കാനന്ദം ഉലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ളനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. അന്നേരം മമ മാനസ ഒന്നലും വെയിലിൽ ഹിമം പോലൊന്നേയുള്ളനിക്കാനന്ദ നമ്മുടെ ദർശനത്തിന് മങ്ങല് വരരുത്. സാഹചര്യങ്ങളും അന്തരീക്ഷമൊക്കെ മാറി മറിഞ്ഞു വരും. കാഴ്ചപ്പാട് തെറ്റരുത്. ടൗണേറിയയിൽ പാർത്ത് നല്ല വീട്ടിൽ പാർത്ത പുള്ളി വേണ്ടി ഇപ്പം ഗുഹയ്ക്കകത്ത്. അല്ല, അങ്ങനെ ഇരിക്കുമ്പോൾ 31 അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അല്ലല്ല, അങ്ങനെ ഇരിക്കുന്നത് പറഞ്ഞാൽ അപ്പനും 2 പെൺപിള്ളേരുടെ ഗുഹയ്ക്കകത്ത് ഇരിക്കുമ്പോ. അടുത്തത് അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്തവൾ ഇളയവളോട് നമ്മുടെ അപ്പൻ വൃദ്ധനായി. അടുത്തത്
ഭൂമിയിൽ എല്ലായിടവും ഉള്ള നടപ്പ് പോലെ നമ്മുടെ അടുക്കൽ വരുവാൻ ഭൂമിയിൽ ഒരു പുരുഷനുമില്ല. മതി. ആ ഭാഗം പഠിച്ചാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. മൂത്തവൾ അനിയത്തിയോട് പറഞ്ഞു, മേരി, ഇനിയിപ്പൊ നമ്മുടെ കല്യാണം നടക്കുമെന്നൊന്നും ഒരു പ്രതീക്ഷ. അമ്മയും പോയി, അപ്പച്ചനാന്ന് വൃദ്ധനുമായി. ഭൂമിയിലൊന്നും ഇനി ഒരു ആൺപിള്ളേരും. നിന്റെ വിചാരമല്ല, ദൈവത്തിന്റെ വിചാരം. ഇന്ന് രാത്രി അതിനകത്തൊരു ആത്മീയ പാഠം. ചില മാതാപിതാക്കൾ ചിന്തിക്കും, എന്റെ മകളുടെ വിവാഹം ഇനി നടക്കത്തില്ലെന്ന്. അത് മാനുഷികമാ, ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ചിലപ്പോൾ അമേരിക്കയിലുള്ളവരൊക്കെ ചെല്ലി പറയാനുണ്ട്, അയ്യോ മോക്ക് 40 കഴിഞ്ഞു, അല്ലെ 38 കഴിഞ്ഞു, 42 അതൊന്നും ദൈവത്തിന് വിഷയമല്ല. അല്ല, നമ്മുടെ വിചാരമല്ല, ദൈവത്തിന്റെ വിചാരം. പ്രായം കഴിഞ്ഞു, കാണാൻ വലിയ ചന്തമില്ല, കാശില്ല, അതൊന്നും ദൈവത്തിന് ഇത് വിഷയമല്ല. നിന്റെ തലമുറയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്ക്. ദൈവം വഴിയൊരുക്കും. തലമുറയുടെ വിഷയത്തിൽ ഞരങ്ങുന്ന ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, മക്കൾ അഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം, വീരന്റെ കയ്യിലെ അസ്ത്രം, അങ്ങനെ ആ യൗവനത്തിലെ മക്കൾ, അവയെ കൊണ്ട് തന്നെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാനാ. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിന്റെ തലമുറയ്ക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറയെ അനപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ പാളിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കേ. ഇന്ന് രാത്രി തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന പിതാവേ, മാതാവേ, ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വേണം തുറക്കുകയും ആരും തുറക്കാതെ വേണം അടയ്ക്കുകയും. വീതിന്റെ താക്കോൽ തോളുള്ള യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയെ അനപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിച്ച് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യ്. വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. എന്റെ ദൈവത്താൽ അസാധ്യം ഒന്നുമില്ല. എന്റെ ദൈവത്താൽ എല്ലാം സാധ്യമാ. എന്റെ ദൈവം പ്രവർത്തിക്കും. എന്റെ ദൈവം അത്ഭുതം ചെയ്യും. എന്റെ ദൈവം എന്നെ സഹായിക്കും. എന്റെ ദൈവം എന്നെ വിടുവിക്കും. എന്റെ ദൈവം എന്നെ ഉദ്ധരിക്കും. നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാ. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? ഈ ദൈവം എന്നവന്നേക്ക് നമ്മുടെ ദൈവമാ. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. യഹോവയിൽ ആശ്രയിക്കും. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന എന്നെ ഭാഗ്യമുള്ളതാ. ദൈവത്തിന് മഹത്വം, 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 എന്റെ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, സർവശക്തിയുള്ള ദൈവത്തിന് മഹത്വം, സർവശക്തിയുള്ള ദൈവത്തിന് മഹത്വം, സർവശക്തിയുള്ള ദൈവത്തിന് മഹത്വം, 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 എന്റെ ദൈവത്തിന് മഹത്വം, എന്റെ ദൈവത്തിന് മഹത്വം. ഓ ജീസസ്, ജീസസ്. അർമന ജനാധാര വൈഡമനവയ ദൂരപക്ഷസി അടകൽ കനക ദുരപടബലബലബിബി വീരപക്ഷ സൈതൽ കമനപടമനബല. ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് വിടുതൽ വെളിപ്പെടട്ടെ. തലമുറയുടെ മേൽ വിടുതൽ വെളിപ്പെടട്ടെ. ശരീരത്തിൽ വിടുതൽ വെളിപ്പെടട്ടെ. ദൈവസഭയ്ക്കകത്ത് വിടുതൽ വെളിപ്പെടട്ടെ. വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടട്ടെ. ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. മൺകൂടാരങ്ങളിൽ ഭാവിക്കെതിരെ, നന്മയ്ക്കെതിരെ, ആയുസ്സിനെതിരെ, ആരോഗ്യത്തിനെതിരെ, ആത്മീക മണ്ഡലങ്ങൾക്കെതിരെ, ആത്മീക ശുശ്രൂഷകൾക്കെതിരെ വെല്ലുവിളിക്കുന്ന പോരുകൾ ഇന്ന് രാത്രി അടിയട്ടെ. ദുരാത്മ ശക്തികൾ വിട്ടുമാറട്ടെ. ദുഷ്ട പോരുകൾ അടിയട്ടെ. അർത്ഥമാന വൈഡപ്രബല ദൂരപക്ഷസി അടംതല ജഗത്തുരി ഭവച്ചജാല അടമനെ വൈഷപ്രവന ദൂരപക്ഷ സൈതൽ അർത്ഥൽ കടാധികാരക സൈതലപടബലപട. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, എന്റെ ദൈവത്തിന് മഹത്വം, എന്റെ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. മഹത്വം കർത്താവേ, നന്ദി കർത്താവേ. ഇന്ന് രാത്രി ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന്റെ മേൽ ഇന്ന് രാത്രി വിടുതൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളുടെ മേലൊക്കെ ദൈവിക വിടുതൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവിക വിടുതൽ വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ കരുണ തോന്നണേ, യേശുവേ കരുണ തോന്നണമേ, യേശുവേ നസറായനെ ഞങ്ങളോട് ദയ തോന്നണമേ, നസറായനെ ഞങ്ങളോട് കരുണ തോന്നണേ. അർത്ഥമാന വൈഡബലബലബലബല ഈരാജാല വൈഡമനാജ ദൂരപരച്ച അർത്ഥക്കെട്ടി ആലക്കടയ ദൂബലപക്ഷം വേലപരബല അമ്പലവേദി വൈദകരച്ച ദൂരാപാര അടവക്കെട്ടി വടവച്ചാര ദുരപടപക്ഷം ദീവലപക്ഷം ധീരപരമ്പം വീരപരപട അർത്ഥലവേദിക രഗതല വിരിവി കമനപദുരബല അന്തലപാരവ റീവലപക്ഷ സൈതൽ അടയാലാര വടയാതലയ ദൂരപരമ്പല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഗോറി ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു, ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ ജനത്തിന് മേൽ വിടുതലുണ്ടാകട്ടെ. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, വ്യക്തികളെ അനുഗ്രഹിക്കുന്നു. Hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord. Hallelujah. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ആരൊക്കെ ഉറപ്പിച്ച് പറയാം, നിന്റെ തലമുറ ഉറപ്പിക്കാൻ ദൈവം അനുവദിക്കുകയല്ല. ദൈവം അനുവദിക്കുകയല്ല. ദൈവമക്കളെ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞോണം. അല്ല, ഇനിയും ഭൂമിയിൽ ആമ്പിള്ളേരുമില്ല കെട്ടും വാഴിച്ചുവെന്നും അങ്ങനൊന്നും പറയരുത്. സ്തോത്രം. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം. കാറ്റും കോളും ഒന്നും കാണുകയില്ല, പക്ഷെ വിശ്വാസത്താൽ കുഴിവെട്ടും. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ കുഴിവെട്ടും. സൂക്ഷം ദൈവം മഴ പെയ്യിപ്പിക്കും. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ പെൺകുഞ്ഞുങ്ങൾക്ക് 2 തലമുറയുണ്ടായി. അമ്മൂന്യരും മോവാവിയരും. കർത്താവ് വിലക്കിട്ട് കൊടുത്തു, 10 തലമുറ പോലും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുത്, വിലക്കാണ്. പക്ഷേ ടൗൺ ഏരിയ തിരഞ്ഞെടുത്ത് വലിയ ബിൽഡിങ്ങിലൊക്കെ പാർത്ത് ലൗകിക കാഴ്ചപ്പാടി പോയവൻ്റെ സന്തതിക്ക് വിലക്കിട്ട് കൊടുത്തു. പക്ഷേ കൂടാരത്തിൽ പാർത്ത് ആത്മീയ വിഷയത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത് കനാൻ ജീവിതം മതിയെന്ന് ഇഷ്ടപ്പെട്ട, സ്തോത്രം, ദൈവത്തെ ആരാധിച്ച അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നിന്റെ സന്തതിയെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. അപ്പൊ ലോത്ത് ഇങ്ങനെ കിഴക്കോട്ട് അങ്ങ് പോയി. അബ്രഹാം കനാൻ നാട്ടിൽ പാർത്തു. 14-ാം അധ്യായം നമ്മൾ വായിച്ചു. 13-ാം അധ്യായം. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശം. എന്റെ ഇന്നത്തെ രീതിയാണ് ലോത്ത് ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ ടൗണിലെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് വാട്സപ്പിൽ അബ്രഹാമിന് ഇട്ടുകൊടുക്കും. ഇന്നത്തെ രീതി അനുസരിച്ചാ കേട്ടോ. മിസ്റ്റർ ലോത്തും മിസ്സിസ് ലോത്തും ടൗണിൽ നിൽക്കുന്ന പിക്ചർ. ലോത്തൊരു ബർമുഡായും അമ്മാമി ഒരു മിടിയും ഒക്കെ ഇട്ട് ഒരു തൊപ്പിയൊക്കെ വെച്ച്, എൻ്റെ ഭാവന അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിള്ളേരാണെങ്കിലും അത്ര യോഗ്യമായ വസ്ത്രമല്ല, എന്നാലും അതൊക്കെ ഇട്ട് 2 ഫോട്ടോ പെൺപിള്ളേരുടെ. ഇടയ്ക്കിടെ ഹായ്
ഷെയർ ചെയ്യാൻ. എന്തുവാ ഈ ഫോട്ടോയോ? ഇടയ്ക്കിടയ്ക്ക് ടൗണിലെ പല കാര്യങ്ങൾ, ഫുഡ് കഴിക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ പെന്തിക്കോസുകാർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? തീന്മേശ മുഴുവൻ ഒരു കോഴിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഇരിക്കുന്നു. എല്ലാവരും മട്ട വയ്ക്കുക, അതിന്റെ ഫോട്ടോ എടുത്ത്. അന്നേരം അബ്രഹാമും സാറാമയും എല്ലാം കനാൻ നാട്ടി ചപ്പാത്തി, ഗോതമ്പ്, യവം, മുന്തിരി, മാതളം മതി. ആത്മീക പാഠം: ഗോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതള, ഒലിവ്. ഇത് കഴിച്ചാൽ വലിയ ദോഷം. പക്ഷെ മട്ടനും ചിക്കനും അടിച്ചാൽ, അതുകൊണ്ടല്ലേ പറഞ്ഞ തീമ്പൊളപ്പെന്ന് പ്രയോഗം. അങ്ങനെ നിന്റെ സഹോദരിയാകുന്ന സോദോമിന്റെ അകൃത്യമോ ഗർഭവും തീമ്പൊളപ്പും നിർഭയ സ്വൈര്യം. വായിച്ച് ഉൽപ്പത്തിയിലില്ല. യഹസ്കേൽ പ്രവചനം 16:49 എടുക്കും. ഉൽപ്പത്തി തപ്പിയാൽ ഇന്നല്ല ആയുസ് മുഴുവൻ തപ്പിയാൽ കിട്ടുക. യഹസ്കേൽ 16:49 എടുക്ക്. യഹസ്കേൽ 16:49 നന്നായിട്ട് വായിക്കാം മാമേ. അങ്ങനെ വായിക്കും. യായ വിട്ടല്ലോ. നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ ഗർവവും തീൻപുളപ്പും നിർഭയ സ്വൈര്യവും. 3 പറമ: ഗർവം, തീമ്പുളപ്പ്, നിർഭയ സ്വൈര്യം. 3 പറമ അവിടെ കൊടുത്തേക്കുന്നത്. പാപത്തിന്റെ മൂല കാരണം 3 കാരണം. 1 ഗർവം, 2 തീമ്പുളപ്പ്, 3 നിർഭയ സ്വൈര്യം. തീമ്പുളപ്പ് അതൊരു മലയാള പ്രയോഗമാണ്. തീമ്പുളപ്പ് പണ്ട് മലയാളം പഠിക്കുമ്പോൾ ഇത് പിരിച്ചെഴുതുക പഠിച്ചിട്ടില്ലേ? പിരിച്ചെഴുതുക. തീമ്പുളപ്പ് പിരിച്ചെഴുതിക്കേ. അവിടെ അല്ല, എന്നോട് നോക്കി പറ. അല്ല, പിരിച്ചാദ്യം എഴുത്. തീമ്പുളപ്പ് പിരിച്ചെഴുതിക്കേ. തീൻ അധികം പൊളപ്പ് സമം തീമ്പുളപ്പ്. അർത്ഥം: തിന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം കുത്തല്. എന്തോ തിന്നു കഴിയുമ്പം അകത്തോട്ട് ചെല്ലുന്ന ഭക്ഷണത്തിന്റെ അനുസരിച്ച്. മുന്തിരിങ്ങായും മാതളപ്പഴവും അതൊന്നും കഴിച്ചാൽ അങ്ങനെ വലിയ പൊളപ്പ് ഉണ്ടാകുകയല്ല. സ്തോത്രം. ഒരു ആത്മീയം കഴിക്കേണ്ടത് തിരുവചനമാണ്. നമ്മുടെ വിഷയത്തിൽ വരാം. ഒരു ആത്മീകന്റെ ഭക്ഷണം ദൈവവചനമാണ്. കർത്താവ് പറഞ്ഞ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ. ഈ തിരുവചനം നിന്റെ അകത്തോട്ട് ചെന്നാൽ അതിന്റെ പൊളപ്പുണ്ടാകും. കേസ് കൊടുക്കണം. അപ്പൊ അകത്തോട്ട് ചെന്ന വചനം നമുക്ക് അവനെ വകവരുത്തണം. ഉടനെ അകത്തിരുന്ന വചനം പറയും, ശത്രുക്കളെ സ്തോത്രം. ഡോക്ടർമാർ ചിലപ്പോ പറയും ഇനി രക്ഷപ്പെടുകയില്ല, മരിക്കും. ഉടനെ അകത്തിരിക്കുന്ന വചനം, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തി വർണ്ണിക്കും. അകത്തോട്ട് ചെല്ലുന്നതാ പുറത്തോട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. ഇവരിങ്ങനെ ഭക്തിയോടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളൊന്നും രക്ഷപ്പെടുമെന്ന് അന്നേരം പറയണം, യഹോവ പക്കുന്നൊരു ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്കും ശരണമാണ്. അകത്തിന്ന് വചനം പറഞ്ഞു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവർക്ക് സഹായം ചെയ്യാന്ന് പറഞ്ഞവരില്ല, ഇപ്പൊ അവരോട് മിണ്ടുന്നുമില്ല, വിളിക്കുന്നുമില്ല. അന്നേരം വചനം പറയണം, ദൈവം എന്റെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ. ഇതൊക്കെ വചനം അങ്ങോട്ട് പ്രകാശിക്കണം. അങ്ങനെ പ്രകാശിക്കണമെങ്കിൽ ഈ വചനം ഭക്ഷിക്കണം. നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചെന്നാ. ഇത് അണ്ണാക്കിന് മധുരമാ. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാ. ഇത് ഉലയിലിരിക്കും ശുദ്ധി ചെയ്ത വചനമാ. ഇത് തേനിൽ നേരിട്ടെങ്കിലും മധുരമുള്ള വചനമാ. ഇത് പാടയ്ക്ക് പ്രകാശമാ, കാലിന് ദീപമാ. ഇത് ഇരുട്ടിൽ പ്രകാശിക്കുന്നതാ. യഹോവയുടെ വചനം തീ പോലെയും പാറകത്തർക്കുന്ന ചുറ്റുകയാ. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല, അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളത് നിവർത്തിക്കും. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ
ശുദ്ധിയുള്ളവരാ. 107 സങ്കീർത്തനം, അവനവന്റെ വാചനം വഹിച്ചവരെ സൗഖ്യമാക്കുന്നു. ഈ ഭക്ഷിക്കുന്നതിനനുസരിച്ച് ആ പൊളപ്പുണ്ടാകുന്നത്. വചനമാ ഭക്ഷിക്കുന്നെങ്കിൽ വചനത്തിന്റെ അതുകൊണ്ട്, അല്ലാത്തതാ ഭക്ഷിക്കുന്നെങ്കിൽ സ്തോത്രം. അതാ തീം പൊളപ്പ്. തിന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ദൈവത്തിന് മഹത്വം. അബ്രഹാം കനാൻ നാട്ടിൽ പാർത്തു. ലോത്ത് അങ്ങനെ കൂടാരം അടിച്ച്, ആദ്യം ലോത്ത് നീരോട്ടമുള്ള സ്ഥലം നോക്കി അത് കണ്ടു. എന്നിട്ട് ലോത്ത് നേരെ മയക്കും അടുപ്പിച്ച് വായിക്കുക, കിഴക്കോട്ട് പോയി. അപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ ആദ്യം ഒന്ന് നോക്കി. പുള്ളി നോക്കിയപ്പം നീരോട്ടമുള്ള സ്ഥലം കണ്ടു. ഉടനെ പുള്ളി അപ്പൊ അതൊക്കെ അങ്ങോട്ട് ഒന്ന് ചെന്നു. എന്നിട്ട് പുള്ളി അവിടെ ചെന്നിട്ട് പുള്ളിക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. പിന്നെ പുള്ളി പറഞ്ഞു, പിന്നെ അങ്ങ് ചെന്നു. ഞാനൊരു കാര്യം പറയാം. ഈ അബ്രഹാം ലോത്തിനെ പൊക്കോടാന്ന് പറഞ്ഞ പ്രശ്നമായേനം. അബ്രഹാം ആത്മീയനായതുകൊണ്ട് വെച്ചിട്ട് നിനക്കിഷ്ടമുള്ളത് എടുത്തോടാൻ പറഞ്ഞു. അല്ലാതെ അബ്രഹാം പറയാ, നീ എൻ്റെ കൂടെ നിൽക്കണം, നീ എവിടെയെങ്കിലും പോടാ, ഇവിടെ നിന്ന് ഈ ഏരിയയായി. അങ്ങനെ പറയുകയാണെങ്കിൽ ഇവൻ അബ്രഹാമിനെ പിന്നെ അബ്രഹാമിനെ ഇവൻ അന്നേരം വെടിവെക്കും. ഇവൻ പറയും, ഇയാൾ കൂടുതൽ ചാടരുത്, ഇയാൾ പണ്ട് മിസ്രൈമിൽ പോയ കാര്യമൊക്കെ എനിക്ക് അറിയാം, സിസസാറാമയായിട്ട് അവിടെ പോയതും അവിടുത്തെ പിക്ചറൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പോണ്ട്, വേണ്ടി വന്നാൽ ഞാനത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതോ സുനിൽകുമാറോ അജിത് കുമാർ പകൽ പറഞ്ഞതാ, എന്തോ ഒരു കുമാറാന്ന് എനിക്ക് പിടിക്കും. അബ്രഹാം ഇങ്ങനെ ഇവനോട് പറയുകയായിരുന്നു, ഇവൻ പ്രശ്നം ഉണ്ടാക്കും. ഇയാൾ അമ്മാമയായിട്ട് മിസ്രൈമിൽ ബീച്ചിൽ കൂടെ പോയതിൻ്റെ പിക്ചറൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഫറവോന്റെ കൊട്ടാരത്തിൽ സിസസാറാമ പോയ സബ്ജക്റ്റും കൂടുതൽ എന്നോട് കളിച്ചാൽ ഞാൻ അതെല്ലാം ഫേസ്ബുക്കിനകത്ത് ഞാൻ ഇടും. അവറാച്ചനെ നാറ്റിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ നാറ്റിക്കും. അതുകൊണ്ട് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അബ്രഹാം പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ള ഇടും. ഇവൻ ആദ്യം ഒന്ന് നോക്കി, നല്ല സ്ഥലം തിരഞ്ഞെടുത്തു, ചെന്നു. യോർദാന്റെ തീരത്ത് ചെന്നു. പിന്നെ അവിടെ നിന്ന് കിഴക്കോട്ട് പോയി. അങ്ങനെ പിന്നെയും പോയി കൂടാരം ഇങ്ങനെ അടിച്ചടിച്ച് അങ്ങ് സോദോം വരെ അടിച്ചെന്ന. സോദോം വരെ അടിച്ചെന്നല്ല, 14-ാം അധ്യായത്തിൽ ഇങ്ങനെ കിടക്കുന്നത്, സോദോമിൽ പാർത്തിരുന്ന ലോത്തെന്ന. ഞാൻ ആ റഫറൻസ് അങ്ങ് മറന്നു പോയി. അമ്മാമ കണ്ടോ? അബ്രഹാമിന്റെ സഹോദരന്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും. അപ്പം ഇവിടെ തുടങ്ങി അവസാനം ഇപ്പൊ എവിടെ ചെന്ന് കയറി? സോദോമിൽ ചെന്ന് കയറി. ഈ വേറെ പുസ്തകത്തിൽ ഒരു പ്രയോഗമുണ്ട്, ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടി. കണ്ടോ പോകുന്ന പോക്ക്? കണ്ടോ? അബ്രഹാം പറഞ്ഞു വിട്ടതാണോ? അല്ല, ഇവൻ സ്വയമായിട്ട് ഇങ്ങനെ കാഴ്ചപ്പാട് തെറ്റിയവൻ ഇങ്ങനെ നോക്കി, ജഡത്തിന്റെ കണ്ണുകൊണ്ട് നോക്കി നേരെ പോയി. അബ്രഹാം എങ്ങാനും അതിനെ വിട്ടിരുന്നെങ്കിൽ ഇവൻ ഫേസ്ബുക്കിൽ ഇട്ട അബ്രഹാമിനെ നാറ്റിക്കാവുന്നതിന്റെ പരമാവധി തന്നെത്താൻ പോകുന്ന കണ്ടോ? ചില വിഷയങ്ങളുടെ നടുവിൽ നീ ഒന്നും മിണ്ടരുത്, മൗനമായിട്ടിരിക്കണം. അന്നേരം അവൻ തന്നെ പോകേണ്ട വഴി കൂടെ നമ്മൾ ഓടിക്കാനൊന്നും പോകണ്ട. നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ ഭാഷയെ മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം, മിണ്ടി പോകരുത്. ഉണ്ടാതിരുന്ന് ദൈവമെന്നറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് നോക്കിയേക്കണം. അന്നേരം കാണാം പുള്ളി നേരെ കിഴക്കോട്ട് വെച്ച് പിടിക്കുന്നത്. നേരെ പുള്ളി കിഴക്കോട്ട് പോകുന്ന കാണാം. സ്തോത്രം. എവിടാ വീട്? എവിടാ?
സുശേഷമല്ലായിരുന്നു. എന്നാലും വാക്യമൊക്കെ നല്ല തിട്ടമുണ്ടല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ആ റെഫറൻസ് മറന്നുകൊണ്ടെന്ന് അത് കൃത്യം വായിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്നായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വായിച്ചു വരുമ്പോൾ ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹമാണ്. സ്തോത്രം. ഇങ്ങനെ ലോകത്ത് കിഴക്കോട്ട് അങ്ങ് ചെന്ന് കയറി എല്ലാ ഭാഗവും എടുക്കണം. അബ്രഹാം നേരെ 13:18 വായിച്ചേ അമ്മാമേ. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി. അബ്രഹാം അപ്പോൾ കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. എങ്ങനെയുണ്ട്? ലോത്ത് കൂടാരം നീക്കി സോദോമിൽ കൊണ്ട് കൂടാരം കയറ്റി യാഗപീഠം പണിതൊന്നും ഭാഗ്യമില്ല. ഒറ്റ വാക്യമില്ല. അതിങ്ങനെ ഞാൻ പറയാനുള്ളത്, അബ്രഹാം പെട്ടെന്ന് കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു. അപ്പൊ ഹെബ്രോൻ ആ വാക്കിന്റെ ഒരർത്ഥം കൂട്ടായ്മ. ഹെബ്രോൻ വാക്കിന്റെ അർത്ഥം കൂട്ടായ്മ. മമ്രെ ആ വാക്കിന്റെ അർത്ഥം ബലം, കരുത്ത്, ബലം. യാഗപീഠം പണിതു. അത് ആരാധന. അങ്ങനെ പഠിക്കുന്നത് കൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. ഹെബ്രോൻ കൂട്ടായ്മ, മമ്രെ ബലം, യാഗപീഠം ആരാധന. ആത്മീയന്റെ ലക്ഷണം കണ്ടോ? പ്രശ്നം രൂക്ഷമായി വഷളമായി എന്ന് കണ്ടപ്പോൾ ലോകത്തിനോടൊന്നും വേണ്ടില്ല. അവൻ നേരെ കിഴക്കോട്ട് അടിച്ചു. പുള്ളി ഇടയ്ക്ക് നോക്കിയപ്പോൾ പുള്ളി അങ്ങ് പോവുക. അപ്പുറം നേരെ കൂട്ടായ്മ തുടങ്ങി. കൂട്ടായ്മ, യാഗപീഠം എന്ന് പറഞ്ഞ ആരാധന തുടങ്ങി. അതുകൊണ്ട് അബ്രഹാമിന് നല്ല ബലമുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കഴിവ് കൊണ്ടല്ല ഇതുവരെ നിന്നത്. കായബലം കൊണ്ടല്ല, പൊളിറ്റിക്കൽ ബലം കൊണ്ടല്ല, സാമുദായിക ബലം കൊണ്ടല്ല, കരുത്ത് കൊണ്ടൊന്നുമല്ല. ഈ കൂട്ടായ്മ ആരാധനയുള്ളത് കൊണ്ടാണ്. മഹാമാരിയാകുന്ന കോവിഡ് വന്ന് നമ്മളെക്കാൾ കരുത്തുള്ളവർ, ആരോഗ്യമുള്ളവർ, ദൃഢഗാത്രന്മാർ നമ്മുടെ കുടുംബത്തിൽ, ചാർച്ചയിൽ, സമൂഹത്തിൽ അറിവിപ്പെട്ട അനേകര് കടന്നുപോയി. പക്ഷേ ദൈവം നമ്മെ ഇതുവരെ നിർത്തി. നമുക്ക് മുൻപേ പോയവര് മഹാഭാവികളായതുകൊണ്ട് പോയെന്ന് ഞാൻ പറയത്തില്ല. അവര് ദൈവസന്നിധി ചേർക്കപ്പെട്ടു, അങ്ങനെ ചിന്തിച്ചാൽ മതി. പക്ഷേ നമ്മുടെ വിശുദ്ധി കൊണ്ടോ വേർപാട് കൊണ്ടോ നമ്മൾ പച്ചപരമാർത്ഥി ആയതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നതൊന്നുമല്ല. ദൈവകൃപയാൽ. അതെ, എന്നാന്ന് ചോദിച്ചാൽ ഈ കൂട്ടായ്മ ബലമുള്ളത് കൊണ്ടാണ്. ഈ ആരാധനയാണ് നമ്മുടെ ബലം, ഈ കൂട്ടായ്മയാണ് നമ്മുടെ ബലം, ഈ പ്രാർത്ഥനയാണ് നമ്മുടെ ബലം. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ സത്യകൂട്ടായ്മയിട്ട് വേറെങ്ങും പോകരുത്. ഈ ആത്മീക കൂട്ടായ്മയിട്ട് വേറൊന്നിനും നീ പോകരുത്. ഈ ആരാധന ഇട്ടേച്ച് വേറെങ്ങും പോകരുത്. ഈ സഭ ഇട്ടേച്ച് വേറെങ്ങും പോകരുത്. ഈ സഭയാണ് നമ്മുടെ ബലം. ഈ ആരാധന കൂട്ടായ്മയാണ് നമ്മുടെ ബലം. ഹല്ലേലൂയ. ഹെബ്രോനിൽ വന്ന ഹെബ്രോൻ കൂട്ടായ്മയാണ്. ഞാൻ പെന്തിക്കോസുകാരോട് പറയാ, ഈ പെന്തിക്കോസിലെ കൂട്ടായ്മയാണ് നമുക്ക് ബലം. അതെ, ഒരു വിഷയമുണ്ടായാൽ ഉടനെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയല്ലേ എല്ലാവരോടും ചേർന്ന്. അതൊരു ബലമാണ്. എന്നാൽ മറ്റ് ആൾക്കാരുടെ ഒരു പ്രശ്നമുണ്ട്, ഉടനെ തന്നെ കേസ്, വഴക്ക്, കോടതി, മറ്റ് പ്രശ്നങ്ങളാണ്. ഉദാഹരണമായിട്ട് പറയാം, നമ്മുടെ കേരളത്തിലെ കൾച്ചർ അനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. കേരളത്തിലെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഒരു വീട്ടിൽ ഒരു മരണമുണ്ട്, അന്നേരം ദൈവദാസന്മാരും ദൈവമക്കളും വരികയല്ലേ? അന്നേരം വരിക. സീരിയസ് ആണെന്ന് കാണുമ്പോഴേ ആൾക്കാർ വരും. പിന്നെ പ്രാർത്ഥന, ആരാധനയാ, അതൊരു ബലമാണ്. മകൻ മരിച്ചു, മകള് മരിച്ചു, അല്ലെ ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, അതീവ ദുഃഖത്തിലായിരിക്കും. പക്ഷെ ദൈവമക്കൾ അങ്ങോട്ട് വന്ന് ആശ്വാസഗീതങ്ങളും പാടി ദൈവവചനവും വായിച്ച് ദൈവദാസന്മാര് ദൈവകൃപയെ ശരണപ്പെട്ട് തിരുവചനമൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ബലമാണ്. അത് മറ്റുള്ളവർക്കില്ല. ഇല്ല. അത് ഈ പെന്തിക്കോസ് കൂട്ടായ്മേല. ചില ആൾക്കാർ പറയും, പാസ്റ്റർമാരെല്ലാം അങ്ങ് പ്രസംഗിക്കുക, ഇതിനു വേണ്ട പ്രസംഗിക്കുന്നുണ്ടാ ബലം. ചിലപ്പോൾ ആരെ
വാക്യമായിരിക്കും നിന്നെ ധൈര്യപ്പെടുത്തുന്നത്. ബലമാ ഈ കൂട്ടായ്മയാണ് നമ്മുടെ ബലം. ഒരു വിഷയം വന്നാൽ 10 പേര് പ്രാർത്ഥിക്കാനുണ്ടല്ലോ, ഒന്നുമില്ലെങ്കിൽ വിളിച്ച് ആശ്വസിപ്പിക്കാൻ ആളുണ്ടല്ലോ. ഒന്നും തന്നില്ലെങ്കിലും പറയാം ആട്ട തങ്ക പേരനാ ലിസി, ആട്ട ലിസി ഭാരപ്പെടേണ്ട, പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം ചെയ്യും പറയുന്നില്ലേ? അതല്ലേ ബലം. അല്ലാതെ ആ ലിസി നിന്റെ വിധിയാ, നീ അനുഭവിക്കും, നീ അനുഭവിക്കും ഉള്ള ബലവും കൂടെ. പക്ഷെ നമ്മുടെ കൂട്ടായ്മ അങ്ങനല്ല. ലിസിനെ അറിയാവുന്ന സഹോദരിമാരും സഹോദരന്മാരും ദൈവദാസന്മാരും, ലിസി സഹോദരി ഭാരപ്പെടണ്ട, ആമൻ ദൈവം അത്ഭുതം ചെയ്യും, ദൈവം പ്രവർത്തിക്കും, ധൈര്യപ്പെട്, ആമൻ ദൈവം അത്ഭുതം ചെയ്യും. ഇതാണ് നമ്മുടെ ബലം. കാശ് തരുന്ന നല്ല ബലം, വാക്കുകൾ കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കൂട്ടായ്മയാണ് നമ്മുടെ ബലം. അതുകൊണ്ട് ഈ കൂട്ടായ്മ ഇട്ടേച്ച് ആരും വേറെങ്ങും പോകരുത്. ചൊല്ലി പറഞ്ഞ പെന്തിക്കോസ് കൊള്ളുക. എടാ പെന്തിക്കോസ് ആ കൊള്ളാവുന്നത്. അതെ, കൂട്ടായ്മയാണ് നമ്മുടെ ബലം. ഇവിടെ ഇപ്പം ദശാംശം കൊടുത്തില്ലെങ്കിലും സ്വോത്ര കാഴ്ച കൊടുത്തില്ലെങ്കിലും അടക്കുമല്ലോ. അവിടോ എന്നാ പറയാൻ നേരം കുടിശ്ശികയെല്ലാം തീർക്കാതെ പരിപാടി. അച്ഛൻ എന്തി? അച്ഛൻ മേടയിൽ ഇരിപ്പുണ്ട്, കുടിശ്ശിക തീർത്തെങ്കിൽ അച്ഛൻ മേടയിൽ നിന്ന് താഴോട്ട്. ഇവിടെ മുഴുവൻ കുടിശ്ശികയാ, എന്നാലും നല്ല പാട്ട് നീട്ടി പാടി ഇവനെ എടുത്തുകൊണ്ട് പോയി ചൊവ്വിനെ അടക്കി തിരിച്ച് പിന്നെയും വീട്ടിൽ വന്ന്. കൂട്ടായ്മയല്ലേ നല്ലത്. അതുകൊണ്ട് കുടിശ്ശിക കൊടുക്കരുതെന്നൊന്നും അല്ല ഞാനീ പറഞ്ഞത്. എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പിന്നെ വീണടം വിദ്യ. സ്തോത്രം. ഈ കൂട്ടായ്മയാണ് നമ്മുടെ ബലം. ഞാൻ അനുഭവിക്കുന്നയാളാ. നിങ്ങൾ ചിലർ അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഒരു വലിയ പ്രതികൂലവും പ്രശ്നവും വരട്ടെ, നിങ്ങൾ മുഴങ്കാലയിലിരുന്ന് ജാഗരിച്ച് പ്രാർത്ഥിച്ച് ആത്മനിറവിനെ പ്രാപിച്ച വ്യക്തി നീ അന്യഭാഷ പറഞ്ഞൊന്ന് ആരാധിച്ചേ, നിന്റെ ആ വലിയ ഭാരം അങ്ങ് മാറും. ഞാൻ അനുഭവിക്കുന്നയാളാ. രൂക്ഷമായ പ്രശ്നങ്ങൾ വരുമ്പോൾ മുഴങ്കാലിന്മേലിരുന്ന് ആത്മാവിൽ ബലപ്പെട്ട അന്യഭാഷ പറഞ്ഞ് നിന്നുപോയെന്നൊക്കെ ചില സഹോദരന്മാര് പറയുന്നു. ഞാൻ തർക്കിക്കാനില്ല, എനിക്കിതുവരെ നിന്നിട്ടില്ല. പിന്നെ അവർക്ക് അതെനിക്കറിയത്തില്ല, എനിക്ക് നിന്നിട്ടില്ല. തർക്കിക്കാനൊന്നും ഞാനിപ്പം എനിക്ക് തർക്കിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. എനിക്ക് ഒരു കഴിവും ഇല്ല. തർക്കിക്കാൻ ഞാൻ ആളുമല്ല. പക്ഷെ ഇത് ഞാൻ അനുഭവിക്കുന്ന ആളാണ്. രൂക്ഷമായ പ്രതിസന്ധികൾ വരുമ്പോൾ മുഴങ്കാലിന്മേലിരുന്ന് നീ ആത്മാവി നിറഞ്ഞ് ജാഗരിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ആ പർവ്വത സമമായ പ്രശ്നങ്ങള് മാഞ്ഞുരുകുന്നത് പോലെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പർവ്വത സമമാം പ്രശ്നങ്ങളാലേ നിർവാഹമില്ലാതെ ഞാനാലേ പർവ്വത സമപ്രശ്നങ്ങളാലേ നിർവാഹമില്ലാതെ ഞാനാലയുമ്പോ നിർമ്മാണ പദ്ധതി തന്നേലാവൻ എന്നെ നടത്തി കർമ്മയോഗിയാക്കും എന്നെ അനുദിനവോ. നിർമ്മാണ പദ്ധതി തന്നെ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാക്കും എന്നെ അനുദിനവും. യേശു എൻ പ്രിയൻ, ക്രിസ്തേശു എൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. ഓ യേശു എൻ പ്രിയൻ, ക്രിസ്തേശു എൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. ഓ പാടും ഞാൻ യേശുവിൻ
പാരദേശിയായി പാർക്കുന്ന വീട്ടിൽ പാടും ഞാനേശു അതുല്യ സ്നേഹത്തെ പാരദേശിയായി പാർക്കും വീട്ടിൽ പാവനമാം ചട്ടമെന്റെ കീർത്തനങ്ങൾ അത്രേ നാൾതോറും അവകളെ ധ്യാനിക്കും ഞാൻ. പാവനമാം ചട്ടമെന്റെ കീർത്തനങ്ങളത്രേ നാൾതോറും അവകളെ ധ്യാനിക്കും ഞാൻ. യേശു എൻ പ്രിയൻ, യേശു എൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയൻ. ഓ യേശു എൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ.